വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും. വിവിധ ജില്ലകളിലായി വ്യാപിച്ചിരിക്കുന്ന വൻ റാക്കറ്റിലേക്ക് അന്വേഷണമെത്താൻ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതാണ് ഉചിതമെന്നാണ് SITയുടെയും നിലപാട്. മനുഷ്യക്കടത്തിലെ വകുപ്പുകൾ കൂടി ചുമത്തിയതിനാൽ NIA അന്വേഷണത്തിനും സാധ്യതയുണ്ട്. അവയവ കച്ചവടം ഇതിനായുള്ള മനുഷ്യക്കടത്ത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസിലെ പ്രതികൾ ഇടപാടുകളിലൂടെ ലക്ഷങ്ങളാണ് കൈക്കലാക്കിയിരുന്നത്. തുച്ഛമായ തുക മാത്രമായിരുന്നു അവയവദാനം നടത്തിയവർക്ക് നൽകിയത്. എറണാകുളം റൂറൽ പോലീസാണ് നിലവിൽ അന്വേഷണം ആരംഭിച്ചതെങ്കിലും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. എല്ലാ ജില്ലകളിലും വ്യാജരേഖകൾ ചമച്ചുള്ള അവയവ കച്ചവട ഇടപാടുകൾ നടത്തിയെന്ന വിവരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് കൂടുതൽ കാര്യക്ഷമമാകുന്നതെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. കൊച്ചി സിറ്റി DCPയുടെ നേതൃത്വത്തിൽ തൃക്കാക്കര ACP ഉൾപ്പെട്ട പ്രത്യേക സംഘമാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. MPമാരുടെയും MLAമാരുടെയും എല്ലാം വ്യാജ ലെറ്റർപാടുകൾ ചമച്ചായിരുന്നു അവയവക്കടത്ത്. മുഖ്യ സൂത്രധാരൻ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബ് അടക്കമുള്ള പ്രതികൾ അറസ്റ്റിലായ കേസിൽ നേരത്തെ നജീബിനെ 5 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു. അവയവ കച്ചവടത്തിന് വ്യാജരേഖ ചമച്ച കേസിൽ കൂടുതൽ ഇരകളുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. വ്യാജരേഖകളിൽ അവയവദാനം നടത്തിയവരെയും സ്വീകരിച്ചവരെയും മുഴുവൻ കണ്ടെത്തുകയും വേണം. ജനം, കൊച്ചി.